ഈശോ എന്നെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ സർവശക്തനായ ദൈവമേ, എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എനിക്ക് ആശ്വാസം നൽകണമേ എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ യാചിക്കുന്നു. നല്ല ഇടയനായ യേശുവേ, എന്നെ കൈവിടരുതേ. സ്വർഗവാതിൽ തുറന്ന് അങ്ങയുടെ ശക്തമായ കരങ്ങൾ നീട്ടി എനിക്ക് സമാധാനം പ്രദാനം ചെയ്യണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനകളും യാചനകളും എൻ്റെ എളിയ വിശ്വാസത്താൽ അവിടുന്ന് സാധിച്ചു തരണമേ. എൻ്റെ ഹൃദയം പരാജയഭാരത്താൽ തകരുമ്പോഴും പ്രത്യാശ നശിക്കുമ്പോഴും ഈശോയെ, എന്നെ കൈവിടരുതേ. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും എന്ന് തിരുവചനത്താൽ ഏറ്റവും വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവും രക്ഷകനുമായ അങ്ങയുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ യാചന നിയോഗം അങ്ങേ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. ഈ നിമിഷം നമ്മുടെ ഓരോ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. ഈശോയെ, എന്നെ രക്ഷിക്കണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്ന മുറിവേറ്റ ഈ ഹൃദയം പതറാതെ അങ്ങയുടെ ദൈവിക ശക്തിയാൽ സമാധാനം പ്രദാനം ചെയ്യണമേ. നല്ലവനായ യേശുവേ, സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എന്നേക്കും ജീവിക്കുവാനുള്ള അനുഗ്രഹവും നീ വാഗ്ദാനമായി എനിക്ക് നൽകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.